പെൻഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എത്ര കിട്ടണേ? 2000 കിട്ടും. ഇപ്പൊ നിലവില് 2000 രൂപ വെച്ച് എല്ലാ മാസം കൃത്യം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ആ, റോഡ് എല്ലാം കിട്ടി. എല്ലാം കിട്ടി. ഉം. എല്ലാം മരുന്നെല്ലാം മേടിക്കാൻ പറ്റുന്നുണ്ടോ? ഉം. എല്ലാം സന്തോഷമാണ്. സന്തോഷം. പെൻഷൻ കിട്ടുന്നുണ്ടോ? പെൻഷൻ കിട്ടുന്നുണ്ട് 2000 രൂപ വെച്ച് 2000 രൂപ വെച്ച് മാസം. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അത് കൃത്യമായിട്ട് കിട്ടും എല്ലാ എല്ലാ മാസം കിട്ടുന്നുണ്ട്. അപ്പൊ നേരത്തെ എത്രയായിരുന്നു? നേരത്തെ ആദ്യം കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ 1600 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ആ. 2000 രൂപയ്ക്ക് വർദ്ധിപ്പിച്ച് അതിപ്പോ നിലയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇനിയിപ്പോ UDF 3000 തരാന്ന് പറയുന്നുണ്ട്. അവർക്കിപ്പോ എന്താ പറയാൻ പാടില്ലാത്ത, അവർക്കിപ്പോ പറയുന്നതിന് കുഴപ്പമില്ല. ഇതിക്ക് മുമ്പും UDF ഭരിച്ച കാലത്തും ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 600 രൂപ. അതും 18 മാസം വരെ കുടിശ്ശിക കിട്ടുക. പിന്നെ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ തവണ വന്നേക്കണേ 2 മാസം എന്ന് പറയുന്നത് കിട്ടും ഒന്നിച്ച. അപ്പൊ നമുക്ക് 1 മാസം അഡ്വാൻസ് ആയിട്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് തന്നെ മതി. എത്ര കിട്ടുന്നുണ്ട്? കഴിഞ്ഞ തവണ 2000. 2000 വെച്ച് എല്ലാ മാസം കിട്ടണല്ലേ? ഒരു പ്രാവശ്യം 2000 വെച്ച് എല്ലാ മാസം കൃത്യം കിട്ടണ്ടോ? ഇപ്പൊ 2 മാസം വന്നിട്ടുണ്ട്. മെയ് മാസത്തെ 30-ാം തീയതി വരെ വന്നിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് കിട്ടണല്ലേ? ശരി. 2000 വെച്ച് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് കിട്ടണല്ലോ? മരുന്നൊക്കെ മേടിക്കുന്നുണ്ട്. സന്തോഷാണ്. ശരി. അഭിപ്രായം LDF പിണറായി അത് മതി. അത് മതി. അത് നല്ലത്. പിണറായി മതി. എനിക്ക് വീടില്ലായിരുന്നു, വീട് കിട്ടി. വഴിയില്ലായിരുന്നു, വഴി കിട്ടി. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള് പെൻഷൻ ആണെങ്കിലും കിട്ടുന്നുണ്ട്. മാസം കിട്ടുന്നുണ്ട്. ഈ മാസം മാത്രം 2 മാസത്തെ ഒന്നിച്ച് കയറുണ്ട്. അത് ഞാൻ പോയി എടുത്തു. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നടന്നു പോണേ. മഴ പെയ്തു, എന്തോരം ജനങ്ങള് പോയി. ആ സാറായതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പോയത്. വേറെ ഉള്ള ആൾക്കാർ ഒന്നും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. തിരിഞ്ഞു നോക്കി, പക്ഷെ അവരൊരു ഉപകാരം ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ്. പെൻഷൻ കിട്ടുന്ന ആളാണോ? അതെ. എത്ര രൂപയുണ്ട് പെൻഷൻ? എനിക്ക് മാസം 2000 രൂപ വെച്ച് കിട്ടും. 2000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പെൻഷനെ കുറിച്ചൊരു അഭിപ്രായം എന്നാ? അഭിപ്രായം 2 മാസം ഒന്നിച്ച് തന്നു. അത് വളരെ ഗുണമായിപ്പോയി. ഒന്നിച്ച് കിട്ടിയ കൃത്യമായിട്ട് ഇത് കിട്ടിയാൽ നമുക്ക് അതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഇപ്പോ 3000 ആക്കുന്ന ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുകയല്ല. പെൻഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എത്ര കിട്ടണേ? ഞങ്ങൾക്ക് 2000 മുടങ്ങാതെ കിട്ടുന്നുണ്ടോ? മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് അത് മാത്രം മതി. ഞങ്ങൾക്ക് ഇവര് വന്നപ്പിന്നെ ഞങ്ങൾക്ക് നേട്ടമുള്ളൂ. അതെ. ഞങ്ങളുടെ സർക്കാർ മാത്രമാണ് ഞങ്ങൾക്ക് മതി. ശരി. നമ്മള് ഇപ്പോ നിലവില് പെൻഷൻ കിട്ടണല്ലോ. എത്ര പെൻഷൻ കിട്ടുന്നത്? 2000. 600 2000 കിട്ടുന്നുണ്ട്. ഇപ്പൊ 2000 ആക്കി കിട്ടി. ഇപ്പൊ ഈ പിണറായി വന്ന പിന്നെയാണ്. അല്ല, പിണറായി വന്ന പിന്നെ എനിക്ക് പെൻഷൻ ആയുള്ളൂ. ഒരു 6 മാസമുള്ള പെൻഷൻ കിട്ടിയിട്ട് 6 മാസം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. 2000 വെച്ച് കിട്ടുന്നുണ്ട്. 1600 ആയിരുന്നു ഒരു 3 ഗഡുവ് മുമ്പ്. ഒരു 3 ഗഡുവ് 2000 വെച്ച് എനിക്ക് വരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ നിലവിലെ ഇപ്പൊ ഇലക്ഷൻ നടക്കുമല്ലേ? ഇനി ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോ UDF വരുവാണെങ്കിൽ അവര് 3000 തരാന്ന് പറഞ്ഞേ. അതെങ്ങനെയാ? കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? കിട്ടുന്ന പ്രതീക്ഷയിലെന്ന് പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളല്ലേ. നമുക്ക് അങ്ങനെ നമുക്കിപ്പോ എത്ര രൂപ പെൻഷൻ കിട്ടണേ? എനിക്കിപ്പോ 2000 രൂപ. 2000 രൂപ. അപ്പൊ ഈ സർക്കാർ വന്നതിന് മുമ്പ് എത്രയായിരുന്നു ഓർക്കണ്ടോ? അതിന് മുമ്പ് വെറും 600 രൂപയും 500 രൂപയ്ക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കൂടി ഇപ്പൊ 2000 രൂപ വന്നു. അപ്പൊ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോ UDF 3000 തരാന്ന് പറയുന്നുണ്ട്. അതിപ്പോ റെഡിയായി പറയുന്നത് മാത്രമേ നിലവിലില്ലല്ലോ. വന്നാ കിട്ടാൻ സാധ്യതയുണ്ടോ? എനിക്ക് സംശയമാണ്. അപ്പൊ ഇപ്പൊ LDF വന്നു കഴിഞ്ഞാല് നമുക്ക് 2000 കൃത്യമായിട്ട് കിട്ടും. 2000 കിട്ടും. ഒരു മാറ്റമില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും ചിലപ്പോ അത് വന്നു കഴിഞ്ഞാൽ കൂട്ടി തരുമെന്നും പറയുന്നുണ്ട്. അപ്പൊ LDF വന്നാലാണോ UDF വന്നാലാണോ കൂട്ടി തരാൻ സാധ്യത? അത് നമ്മുടെ സർക്കാർ തന്നെ കൂട്ടി തരാനുള്ള സാധ്യത. ഈ സർക്കാർ തന്നെ വന്നാലേ എന്നാലാണ് കൂടുതൽ കിട്ടുള്ളൂ. കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലും ഭരണം ഭരിക്കുന്നത് പുള്ളി തന്നെയാ.
അല്ലാതെ നമുക്ക് വേറെ ആൾക്കാരൊന്നും ശരിയാവില്ല. ഇപ്പൊ അതായത് പണ്ട് കാലത്ത് ഞാൻ ആ. അങ്ങോട്ടായിരുന്നു. ആ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് എപ്പോ ഇന്ദിരാഗാന്ധിനെ ചുട്ടോ ആ അന്ന് മുതൽ ആ പാർട്ടി വിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഇന്ദിരാഗാന്ധി ഒരു ദിവസം ഞാൻ കുണ്ടറിലായിരുന്നു. ആ ആ അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറി. മാറി. അതിന് പിന്നെ ഉറത്തന്നെ നിൽക്കുന്നത്. മറിച്ചാണ് അതിലൊരു മാറ്റമില്ല. ഇനി ശരി. നമ്മുടെ മരണം വരെ ഇവിടെയാണ്. ഇവിടെയാണ്. അതിനൊരു മാറ്റമില്ല. ശരിയാണ്.